ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക സെക്കൻഡ് ഹോമിലെ മറ്റൊരു കുക്കിംഗ്. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം നടക്കുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തെ പരിപാടിയായിട്ട് വന്നതാണ്. പല ഷൂട്ട്സുമായിട്ട് വന്നതാണ് നമ്മുടെ ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളുടെ കൊച്ചടുക്കളയിൽ കുറച്ച് കുക്കിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും എനിക്ക് കഴിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അത്രയൊന്നും ഞാൻ കഴിക്കില്ല, എങ്കിലും എൻ്റെ ഫോക്കസ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ട കുറച്ച് വിഭവങ്ങൾ ഇവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്ര നാൾ ചെയ്യാത്തൊരു കാര്യമാണ്, ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, എന്താ നൂഡിൽസ്. അപ്പോൾ വെജിറ്റബിൾ നൂഡിൽസ്. ഇത് ഞാൻ എല്ലാം വെജിറ്റബിൾ നൂഡിൽസ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നോൺ വെജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പോൾ വെജിറ്റബിൾ നൂഡിൽസിൻ്റെ കൂടെ ചിക്കനോ പിന്നെ മുട്ടയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്, ഇപ്പോൾ സീ ഫുഡ് ഐറ്റംസോ പ്രോൺസോ എന്ത് വേണമെങ്കിലും ചേർക്കാമല്ലോ, അത് എക്സ്ട്രാ ചേർത്താൽ മതി. അപ്പോൾ ഇതൊരു ബേസ്, ദാറ്റ് ഈസ് വെജിറ്റബിൾ നൂഡിൽസ്. ഹക്ക നൂഡിൽസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യാം, എളുപ്പമാണ്. അതേ നോക്കിക്കോളൂ, കുറച്ച് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ എഗ് നൂഡിൽസ് എന്ന് പറഞ്ഞും കിട്ടുകയും ചെയ്യും, മുട്ട ചേർക്കാത്ത നൂഡിൽസ് കിട്ടും, ആട്ട നൂഡിൽസ് കിട്ടും. ഇത് മൈദ നൂഡിൽസ് തന്നെയാണ്. അപ്പോൾ ഇതിലെ പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് എഗ്ഗ് ചേർത്ത് വരുന്നതും ചേർക്കാതെ വരുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഇത് ഏകദേശം ഒരു 250 ഗ്രാം എന്ന് പറയാം, 250 to 300 മാക്സിമം. അതിന് കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചു വേവിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് അടുപ്പ് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നൂഡിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നൂഡിൽസ് വേവിക്കുമ്പോൾ കുറച്ചേറെ വെള്ളത്തിൽ, കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേണം വേവിക്കാൻ. പിന്നെ എടുക്കാറാകുമ്പോൾ വേണമെങ്കിൽ ഒരല്പം ഉപ്പിടാം. ഒരുപാട് ഓവർ കുക്ക്ഡ് ആകരുത്, ഒരു 10-70% ഒക്കെ കുക്ക്ഡായാൽ മതി, കുഴഞ്ഞു പോകരുത്. പിന്നെ എണ്ണ ഒഴിക്കണം വെള്ളത്തിൽ, തമ്മിൽ ഒട്ടാതിരിക്കും. ഇങ്ങനത്തെ കുറച്ച് നിയമങ്ങളുണ്ട്, ഞാൻ ആ ഒരു സമയത്ത് ബാക്കി പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ ഇതിൽ പല വെജിറ്റബിൾസ് പ്രധാനമായിട്ട് ചേർക്കുന്നത് ക്യാരറ്റ്, പിന്നെന്താ ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ ബീൻസ് വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല, ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ സവാളയൊക്കെ വളരെ കുറച്ച് മതി, ഒരു വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ക്യാബേജാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. പിന്നെ ഗാർലിക്, ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടും. നിർബന്ധമില്ല, ഗാർലിക്ക് ഒട്ടും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഗാർലിക്ക് ഒഴിവാക്കാം. അപ്പോൾ ഒന്ന് അരിഞ്ഞുണങ്ങാവേ. എന്നിട്ട് സ്ലൈസസ് ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിന് കനം കുറച്ച് അരി. അപ്പോൾ ക്യാരറ്റിനെ നീളത്തിലരിഞ്ഞ് കഴിയും. ഓക്കെ, ജൂലിയൻ കട്ടിങ് അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നു. എന്നിട്ട് ഇതുപോലെ ഇനി ക്യാബേജ്, ക്യാപ്സിക്കം ഒക്കെ അരിയാം. ഇതെല്ലാം ഒന്ന് നോക്കിക്കോളൂ, അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ക്യാപ്സിക്കൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അകത്ത് എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കണം, എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ 2 സൈഡിലുള്ള ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളിലെ കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇനി നീളത്തിന് അരിയാം. ശരിക്കും പറഞ്ഞാൽ ചൈനീസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കട്ടിങ് ആൻഡ് ഒരു എൻസംബ്ലേ ഉണ്ടാക്കി വെക്കുന്ന ഒരു ടൈമേ ഉള്ളൂ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ടൈം എടുത്ത് കുക്ക് ചെയ്യരുത്, ഫാസ്റ്റായിട്ട് ചെയ്യണം. അതിങ്ങനെ എല്ലാം ഒരുമാതിരി നമ്മൾ വെന്ത് കുഴഞ്ഞ് അങ്ങനെയല്ലല്ലോ, നല്ല ക്രിസ്പി ആയിരിക്കണം. ഇങ്ങനെ കടിച്ചാൽ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടി വീഴണം, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അത്രയുമേ വേഗാവുള്ളൂ. ഒരു ഫാസ്റ്റായിട്ട് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അതായത് അവർക്ക് ഈ ചൈനീസ് വോക്കിലല്ലേ ചെയ്യുന്നത്, ചീൻചട്ടി പോലെ ഒരു കാര്യം, ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ഒരു ചെറിയൊരു സ്മോക്കി മണവും കൂടെ വരുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നല്ല. ഇച്ചിരി തീയൊക്കെ അകത്തോട്ട് കയറിയാൽ അത്രയും നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ ഒരു ഫാസ്റ്റ് കുക്കിംഗ്, ഹൈ ഫ്ലെയിം, അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനിയുള്ളത് ബീൻസ് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ പച്ച എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ക്യാപ്സിക്കത്തിൽ നിന്ന് തന്നെ കിട്ടും, എങ്കിലും ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, വളരെ കുറച്ച്. നോക്കിക്കോളൂ, ബീൻസിനെ നമ്മളിങ്ങനെ ചരിച്ച് ഇട്ട് ഇങ്ങനത്തെ പീസസ് ആയിട്ട്. ഓക്കെ, അതും ഇങ്ങനെ നീളത്തിന് തന്നെ കിട്ടണം. ഇനി ക്യാബേജിനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇങ്ങനെ നീളത്തിന് അരിയാം, കനം കുറച്ച്.
ആക്ച്വലി ക്യാബേജും ക്യാരറ്റുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാബേജിനെ എടുത്തിങ്ങനെ രണ്ടായിട്ടാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഇങ്ങനെ അടുക്കിയത് പോലെ കിട്ടും. എന്നിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഖനം കുറച്ച് അരിയാൻ എളുപ്പത്തിന് കിട്ടും. അപ്പോൾ ഒരു ചെറിയ ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത്രയും മതി. അപ്പോൾ ടോട്ടലായിട്ട് പറഞ്ഞാൽ നമുക്ക് എത്ര നൂഡിലുണ്ടോ അതിൻ്റെ ഏകദേശം അത്രയും തന്നെ വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് നമ്മൾ ചേർക്കുകയാണ്. ഇനി അല്പം ഉള്ളി ഒരുപാടൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ചെറുതാണെങ്കിൽ ഒരെണ്ണം, വലുതാണെങ്കിൽ 1/2 പകുതി, അതും നീളത്തിന് അരിയാം. ഉള്ളി ഭയങ്കര ഖനം കുറച്ച് അരിയണം എന്നില്ല, ഇച്ചിരി ഒരുവിധം തിക്കായിട്ട് തന്നെ അരിയാം, കുഴപ്പമില്ല. ഇനി ഒരു കാര്യം, നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി എടുക്കാം. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിനെല്ലാം വൃത്തിയാക്കി കഴുകി ഇങ്ങനെ കുറച്ച് ഐസ് വാട്ടറിൽ മുക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇലകളൊക്കെ ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ, വാടിയിരിക്കുവാണെങ്കിൽ അതൊന്ന് വിടർന്ന് വരണം എന്നുണ്ടെങ്കിൽ ഐസ് വാട്ടറിൽ വെച്ചാൽ മതി. കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഇത് നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഉള്ളിയുടെ ഭാഗം കണ്ടില്ലേ, സ്പ്രിംഗ് ഓണിയൻ്റെ ഉള്ളിയുടെ ഭാഗമാണിത്. ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ഇത് ഇത്രയാണ് പോട്ടെ. എന്നിട്ട് ബാക്കിയിരിക്കുന്ന ഭാഗം കുറച്ച് നീളത്തിന് ചോപ്പ് ചെയ്യും. അത് നൂഡിലിൻ്റെ കൂടെ കിടക്കുമ്പോൾ കറക്റ്റ് വിസിബിലിറ്റി കറക്റ്റായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒറ്റ കാര്യമുള്ളൂ, കുറച്ച് ഗാർലിക്ക് ഒരുപാട് വേണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ചിലത് ഗാർലിക്ക് കഴിക്കില്ലല്ലോ, അങ്ങനെയുള്ളവർ വേണ്ടാന്ന് വയ്ക്കും. അത് ഫൈനായിട്ട് അരിയും. അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞു എന്ന് തന്നെ പറയും. അയ്യോ, ഇനി നമ്മൾ നൂഡിൽസ് വേവിക്കണം. വെള്ളം തിളച്ച് കഴിഞ്ഞു, ഞാൻ തീ ഒരല്പം ഒന്ന് കുറച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് കാണാം. അപ്പോൾ വെള്ളം വെട്ടി തിളയ്ക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എണ്ണ ഏതാണോ അത് തന്നെ, അതായത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എന്താ പറയുക, നമ്മുടെ നൂഡിൽ തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇതൊരു 5-6-7 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേകും. അത്രയും എന്തായാലും മതി, ഒരു ഓവറായിട്ട് വേകണ്ട. അപ്പോൾ പാത്രം, നമ്മൾ അരിക്കാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെക്കുക, സ്ട്രെയിനറെല്ലാം പെട്ടെന്നാകും. അതായത് ധാരാളം വെള്ളം ഇടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മുങ്ങി കിടക്കാനുള്ള വെള്ളം കൂടുതൽ, ഏറെ വെള്ളം. കാര്യം എന്താ വെച്ചാൽ ഇത് വേകുമ്പോൾ വികസിക്കുമല്ലോ, അന്നേരം ഇങ്ങനെ കൂടാൻ പാടില്ല, ഇങ്ങനെ കഞ്ഞി കെട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഇതിലൊരുപാട് സ്റ്റാർച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇത് മൈദയിലാണ് കൂടുതലായിട്ട് നൂഡിലുണ്ടാക്കുന്നത്. വീറ്റ് കുറവാണ്, വീറ്റും കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പശ എന്തായാലും ഉണ്ടാകും. ആ ഒരു പശ കൊണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകാനൊക്കെ സാധ്യത വരും. അതുകൊണ്ടാണ് ഇത് വേവിക്കുന്നത് വളരെ കെയർഫുള്ളായിട്ട്. ഒരുപാട് വെള്ളം, ഇച്ചിരി എണ്ണ, പിന്നെ ഓവർ കുക്കിംഗ് ആവണ്ട. ഒരു 7 മിനിറ്റ്സിനപ്പുറം വേവിക്കേണ്ടി വരില്ല, നല്ല തിളച്ച വെള്ളമാണെങ്കിൽ. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ആയി. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും, ഒരുപാട് വേണമെന്നില്ല. കാര്യം ഇത് നമ്മൾ സോയാ സോസൊക്കെ ചേർക്കും. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് കാണും. എങ്കിലും ഒരല്പം വെന്ത് കഴിഞ്ഞു. 5 മിനിറ്റ് 6 മിനിറ്റ് ധാരാളം മതിയാകും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നേരെ എടുത്തിട്ട് സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം. സ്ട്രെയിനറിലോട്ട് സ്ട്രെയിറ്റ് അവേ. എന്നിട്ട് കുറച്ച് ഫ്രഷ് വാട്ടർ, തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഒട്ടും തന്നെ പശ ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് ഒരല്പം എണ്ണ തടവി വയ്ക്കാം. ചൂടായിട്ടിരിക്കുവാണേ, നമ്മൾ ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നത് കൊണ്ടാണ് ആ പശ കംപ്ലീറ്റ് ആയിട്ട് പോകണം. അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കുകയും വേണം. ഇതൊന്നും വേകാൻ പാടില്ല. ഇനി ഒരല്പം 1 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പോൾ എണ്ണയുടെ ഒരു കോട്ടിങ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇത് കുഴയില്ല. ഓക്കെ, പക്ഷെ ഒന്നും പറ്റിയിരിക്കില്ല. ഇതൊന്ന് തണുക്കട്ടെ. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനനുസരിച്ച് അപ്പോൾ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ ജോലി ഭാരം വളരെ വളരെ കുറയും. അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടില്ലല്ലോ, അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നൂഡിലിനെ തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാം റെഡി.
നമ്മൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും ഒട്ടുന്നുണ്ടോ ഇല്ലയെന്ന്. ശരിക്കും നല്ലതായിട്ട് 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇങ്ങനെ തടവി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ഒട്ടും കുഴഞ്ഞൊന്നും പോവില്ല. വേകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ഓവർ കുക്ക്ഡ് ആകരുത്. ഇനി നമ്മുടെ പരിപാടികൾ തുടങ്ങാം. പിന്നെ ഇപ്പുറത്തൊരു കുറച്ച് വിസ്താരമുള്ളൊരു വോക്ക് പോലൊരു കാര്യം വെച്ചിട്ട് ഇത് നമ്മളുടെ മറ്റ് ഐറ്റം ഉണ്ടാക്കാനാണ്, വേറൊരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മളുടെ എല്ലാവരുടെയും ഫേവററ്റ് പാത്രത്തിൽ തന്നെ തുടങ്ങാം. ഈ പാത്രത്തിനെ കുറിച്ച് എല്ലാ പ്രാവശ്യവും എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് എവിടെ നിന്ന് വാങ്ങി, എന്താണ്. ആക്ച്വലി ഇത് ഒരുപാട് വർഷമായി, എനിക്ക് തോന്നുന്നു മോർ ദാൻ 15 years ആയെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് പ്രസ്റ്റീജിൻ്റെ ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവരുടെ ഈ മോഡൽ ഇല്ല, അതാ പ്രശ്നം. നല്ല കാസ്റ്റ് അയൺ പോലെ തന്നെയാണ്, പക്ഷേ ഒരു കോട്ടിംഗ് ഉണ്ട്, അതാ ഒരു വ്യത്യാസം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇതിനൊക്കെ ഇച്ചിരി കൂടുതൽ എണ്ണ വേണം ആക്ച്വലി, കാര്യം നല്ലൊരു കോട്ടിങ് ഉള്ളതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ നൂഡിലിൽ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കേസ്, ആദ്യം നമ്മൾ ചേർക്കാൻ പോണത് സവാളയാണ്. സവാളയും അതിൻ്റെ കൂടെ ആ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ബൾബ് ഭാഗമില്ലേ, ഉള്ളിയുള്ള ഭാഗം, അതരിഞ്ഞ് വെച്ചതും കൂടി ചേർക്കാം. ഈ പാത്രം ചൂടാകാൻ ഇച്ചിരി സമയം എടുക്കും, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, വളരെ വളരെ ഫാസ്റ്റാണ് കാര്യങ്ങൾ. ആക്ച്വലി നമ്മൾ ആരും തന്നെ പ്യുവർ ചൈനീസ് അല്ല ഉണ്ടാക്കുന്നത്, ഒരു ഇൻഡോ ചൈനീസാണ്. അതാണ് നമ്മളുടെ ഒരു ടേസ്റ്റ്, അങ്ങനെയാണല്ലോ. പിന്നെ പക്ഷേ ചൈനീസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതായത് ഒരുപാട് മൂക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഇല്ലേ, അതെല്ലാം ഉണ്ട്. ദേ നോക്കിയേ, ഉള്ളിയും ഇതും ഓക്കെയാണ്, ഒന്ന് വാടിയാൽ മതി. അടുത്ത കാര്യങ്ങൾ ഇടാം. അടുത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബീൻസ്, ക്യാരറ്റ്സ്. അപ്പോൾ ഹൈ ഫ്ലെയിമാണ്, മറക്കണ്ട. അതാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം. വാടിയാൽ മാത്രം മതി എല്ലാ കാര്യങ്ങളും, ജസ്റ്റ് എൻ്റെ കരുകരുപ്പൊന്നും നഷ്ടപ്പെടരുതെന്നാണ് പ്രത്യേകം പറയുന്നൊരു കാര്യം. ഇതിനോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളും ചേർക്കാം. എല്ലാം നല്ല തീപ്പെട്ടി കമ്പ് മാതിരി അങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത്, കാണാനൊരു ലുക്കാണ്. ആൻഡ് ക്യാപ്സിക്കം, ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ടാകുന്നൊരു ഐറ്റമാണ്. അതേ നോക്കിക്കോളൂ, കണ്ണടച്ച് ചേർക്കുന്നതിന് മുമ്പ് റെഡിയാകും. 2 തവി എപ്പോഴും നല്ലതാണ് മിക്സിങ്ങിന്. ഹൈ ഫ്ലെയിം സ്മോക്കിംഗ് ആ ഒരു പോയിന്റിൽ തന്നെ ഇരിക്കട്ടെ ചൂട്. വെജിറ്റബിൾസ് കുക്കായി, കുക്ക് മീൻസ് ഒരു 3/4 ഭാഗം വെന്താൽ മതി, ബാക്കിയെല്ലാം കടിച്ച് കഴിക്കുമ്പോൾ ഓക്കെ ആകും. അപ്പോൾ ഈ ഉപ്പിന് ഒരല്പം ഉപ്പ് നമ്മളുടെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഇച്ചിരി കുറച്ച് മതി കേട്ടോ, സോയ സോസൊക്കെ ചേരാനുള്ളതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം കൂടി ഒരു 5 മിനിറ്റ് എന്ന് പറയാം. നമ്മുടെ നൂഡിലും കൂടെ ചേർക്കാം. ഓൾറെഡി ഇതിൽ ഇച്ചിരി എണ്ണ തടവിയിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ ഇതിനകത്തുള്ള ഓയിലും കൂടി ഒന്ന് പിടിക്കട്ടെ. ഇനിയാണ് നമ്മൾ സോസ് ചേർക്കുന്നത്. സോസ് പറയുമ്പോൾ ഡാർക്ക് സോയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. ലൈറ്റ് കളറിലെ സോയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ വരെ ആകും. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഡാർക്ക് സോയാണ്, നോക്കിയിട്ട് ചെയ്താൽ മതി. ചില്ലി സോസ് ചിലർക്ക് ചേർക്കണ ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ഞാനൊരല്പം ചില്ലി സോസും കൂടി ചേർക്കാം. ഒരല്പം ചില്ലി സോസ്, ഒരു 1/2 ടീസ്പൂൺ. ഇതിപ്പോൾ ഗ്രീൻ കളറിലെ ചില്ലി സോസാണ്, റെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ സോസൊന്നും വേണ്ട, ഇത്ര മതി. പിന്നെ ചില ആൾക്കാർ വിനീഗർ ചേർക്കും, നിർബന്ധമില്ല, വേണമെങ്കിലും മതി, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നൂഡിലിന് ഭയങ്കര ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് സോയ സോസ് ആവുകയാണെങ്കിൽ അങ്ങനെ ആകുന്നത്, അത് വേണ്ട, ഇത് മതി. അപ്പോൾ ഡാർക്ക് സോയ ആണെങ്കിൽ ഈ ഒരു അളവിന്, ഇതിപ്പോൾ ഒരു 250 ഗ്രാംസ് ഓഫ് പിന്നെന്താ പറയുക നൂഡിലാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് അത്രത്തോളം തന്നെ വെജിറ്റബിൾസും എടുത്തു. ഇതിന് ഇത്രയും തന്നെ മതിയാകും. സോയ സോസ് എല്ലാം എല്ലാ ഭാഗത്തേക്കും കിട്ടണം. മാക്സിമം പോയാൽ 1.5 ടീസ്പൂൺ എന്ന് പറയാം, അതിനപ്പുറം പോകണ്ട. പിന്നെ ലൈറ്റ് സോയ ആണെങ്കിൽ ഒരു 2-2.5 ടീസ്പൂൺ ചേർത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇതിപ്പോൾ വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. നമുക്ക് ഇഷ്ടമുള്ള എത്രയാണോ അത്രയും ചേർക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര.
അല്പം പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒരു നല്ലൊരു മിക്സ്. ഇനി അവസാനത്തെ മിനുക്ക് പണി എന്താണ്? ഗ്രീൻസ് ധാരാളമായിട്ട് ഉണ്ടെങ്കിൽ ഇത് ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ കഴിഞ്ഞു. ഉപ്പ് നോക്കണം, അതല്പം ഉപ്പും കൂടി വേണം. ഞാൻ വെജിറ്റബിൾസിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, നൂഡിലും ചേർത്തിരുന്നു. അതുപോരാ, ഇങ്ങനെ ഇളകി ഇളകി വീഴുന്ന ഒരു പാകം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ കറികളും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈ ഫ്ലെയിം, നല്ല മാക്സിമം ചൂടിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ആവിയൊക്കെ വരുന്ന രീതിയിൽ നല്ലൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടിയാൽ അത്രയും നല്ലത്. അതിപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിൽ വോക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിനകത്തേക്ക് ഫ്ലെയിം എല്ലാം കയറിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, കരിഞ്ഞ മണമല്ല, ഒരു ബേൺഡ് സ്മെല്ലല്ല, പക്ഷേ ഒരു സ്മോക്കി സ്മെൽ, പുകഞ്ഞ സ്മെല്ലാന്ന് വെച്ചാൽ പുകഞ്ഞതല്ല, എന്നാലും ഒരു പ്രത്യേക മണമാണ്. അതാ കഴിഞ്ഞു. നല്ല ഹീറ്റിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുത്തിടുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ വീഴാനായിട്ട് തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ടാണ് ആയത്. ഇത്രയേ ഉള്ളൂ. ടീ ഓഫ് ചെയ്യാം. വെജിറ്റബിൾസിൻ്റെയും ഒന്നും കളറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രീനും ക്യാപ്സിക്കത്തിൻ്റെ അങ്ങനെ ആയിരിക്കണം. എല്ലാവരും ക്രിസ്പിനെസ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിൾ ഹൗ ടു മേക്ക് വെജ് നൂഡിൽസ്. ഇനി ഇതിനകത്ത് മുട്ടയും കൂടി സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ എന്താ പറയും, വെജിറ്റബിൾ ആൻഡ് എഗ് ഹക്ക നൂഡിൽസ്. പിന്നെ ചിക്കൻ്റെ പീസസും കൂടി ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിന് വേവിച്ചിട്ട് അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ആദ്യത്തെ സോട്ടിങ്ങിൽ വേവിക്കാതെ തന്നെ ചിക്കൻ്റെ പീസസ് നീളത്തിനോ അല്ലെങ്കിൽ ചെറിയ പീസസായിട്ടോ അരിഞ്ഞിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അത് വേഗം നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്ന പോലെ അത്രേ ആവശ്യമുള്ളൂ. അതും കൂടി ചേർത്താൽ ചിക്കൻ നൂഡിൽസ്. അങ്ങനെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ, എന്ത് എളുപ്പമല്ലേ വെജിറ്റബിൾ നൂഡിൽസ്. ഒരുപാടുമില്ല, 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓവർ കുക്ക്ഡ് ആകരുത്, വെജിറ്റബിൾസ് ആണെങ്കിലും നൂഡിലാണെങ്കിലും. പിന്നെ ഓയിൽ ഒഴിക്കാൻ മറക്കരുത്, കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കണം. പിന്നെ നമ്മൾ വഴറ്റുന്ന സമയത്തും എണ്ണ ലുബ്ധിക്കരുത്. ഇച്ചിരി ഒരു 3-3.5 ടേബിൾ സ്പൂൺ വരെ ആകാം, 2 മുതൽ 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വെജിറ്റബിൾസ് ആ കളറൊന്നും മാറാൻ നോക്കുക. സോയ സോസ് ഓവറായി കഴിഞ്ഞാലും നല്ലതല്ല. അപ്പോൾ 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഡാർക്ക് സോയ ആണ്, ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്തുള്ളൂ. ലൈറ്റ് സോയ ആണെങ്കിൽ 2 ടീസ്പൂണിൽ കൂടുതൽ 2.5 വരെ ചേർക്കാം. കഴിച്ചാലോ, ഇതെൻ്റെ ലഞ്ച് കേട്ടോ. ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല, നമ്മുടെ ക്യാമറമാന് കൂടി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇന്നെല്ലാം ഒരു എന്താ പറയുക, ഒരു ചൈനീസ് സ്റ്റൈലാണ്. 2 കാര്യങ്ങളായി. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയായി. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹക്ക നൂഡിൽസ്, വെജിറ്റബിൾ ഹക്ക നൂഡിൽസ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. പിന്നെ ഇതിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടു, അത് ഇടാൻ മറക്കരുത് കേട്ടോ. ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കുരുമുളക് പൊടിയുടെ അളവാണെങ്കിൽ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3/4 വരെ ആകാം, കുഴപ്പമില്ല. ഇത് അത്ര ഓവർ സ്പൈസി അല്ല. അപ്പോൾ തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മഞ്ചൂറിയൻ ഉണ്ടാക്കുക, ഗോബി മഞ്ചൂറിയൻ, വെജല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുക്കിംഗ് തീർന്നിട്ടില്ല. ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് മുഴുവൻ കുക്കിംഗ് ആണ്. വൈകുന്നേരമേ ഉള്ളൂ എനിക്ക് ഷൂട്ടിന് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്, രാത്രിത്തെ ഡിന്നർ വരെ ഉണ്ടാക്കി വെച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യണം, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെന്താ, ഇനി നമ്മുടെ LN വ്ളോഗ്സ് എന്നുള്ള ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇച്ചിരി സമയം എടുത്തിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ബെല്ലൈക്കണം പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടുക. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ യൂട്യൂബ് എന്നുള്ള ഈ മനോഹരമായ നമ്മുടെ LN വ്ളോഗ്സ് ഫാമിലിയിലേക്ക് നിങ്ങൾക്കും ഭാഗമാകാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.